വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓർഗൻസ റിബൺ വെച്ചിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഇതിൻ്റെ പല കളേഴ്സ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ മോഡൽ മാത്രം മതി, നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും. നമുക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഹെയർ ബാൻഡാണ്. ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ലാഭകരമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ഓർഗൻസ റിബൺ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ സാറ്റിൻ റിബണിൽ ചെയ്യണ പോലെയല്ല, കുറച്ചുകൂടി റിച്ച് ലുക്ക് തോന്നിക്കാൻ ഇത് നല്ല ബെസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഷൈനിങ് ഉള്ള ടൈപ്പ് റിബണാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഞാനിവിടെ 2 മീറ്ററിലാണ് ഈ ഓർഗൻസ റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2 വശം ഒരുക്കി കൊടുത്തിട്ടും കൂടിയുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിൽ മടക്കാണ് കേട്ടോ, സെൻറ്ററായിട്ട് മടക്കാണ്, ഈക്വൽ പാർട്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ നടു മടക്കിയ ഓർഗൻസ റിബണിലാണ് തുന്നി കൊടുക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് തുന്നുക, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വലിയ സൂചി എടുത്താൽ നിങ്ങൾക്കൊരു 2 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. ഇതേപോലെ കുത്തി കൊടുക്കുക, വീണ്ടും താഴോട്ട് കൊണ്ടുപോവുക, വീണ്ടും മുകളിലോട്ട് കൊണ്ടുവരിക. ഇതാണ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് മുഴുവനായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അധികം ഫ്ലവേഴ്സ് ചെയ്യൊരു റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ പല മോഡലിലാണ് ട്രൈ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ഹെയർ ബാൻഡും ഒക്കെ നമ്മൾ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ നമ്മൾ ഇതുപോലെ തുന്നിക്കൊടുക്കുകയാണ് ചെയ്യണത്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ വട്ടത്തിലാക്കിയിട്ട് അതനുസരിച്ച് തുന്നി കൊടുത്താൽ മതി. ബാക്കിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ, മനസ്സിലാവുന്നില്ലെങ്കിലോ. എന്നാൽ മാത്രമേ ഉള്ളൂ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നന്നായിട്ട് ഇടാൻ എനിക്ക് പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതേപോലെ നമ്മൾ മുഴുവനായിട്ട് തുന്നിയെടുക്കണം. വട്ടത്തിൽ വെച്ചിട്ട് അതനുസരിച്ച് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി പൂവായിട്ട് വരും കേട്ടോ. നിങ്ങൾ എപ്പോഴും കളേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ പേർപ്പിൾ കളർ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളധികം ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ പേർപ്പിൾ പിങ്ക് ഒക്കെ കുട്ടികൾ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കളറിലുള്ള ബോസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും സെയിലായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. റെഡ്, പിങ്ക് ഇതൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യുന്ന കളേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ കളേഴ്സൊക്കെ നിങ്ങളുടെ ഹെയർ ബാൻഡ് മേക്കിങ്ങിൽ സെലക്ട് ചെയ്യാൻ നോക്കുക. ഇത് നമ്മളിങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുത്ത് ഫ്ലവർ പോലെ തുന്നി കൊടുത്താൽ മതി. റെഡൊക്കെ ഇതേപോലെ ചെയ്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ റെഡ് നല്ല ഭംഗി ഉണ്ടായത് കണ്ടപ്പോഴാണ് ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യാണ്. ചെറിയ വരുമാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അത് കോളേജ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരോ ആരും ആയിക്കോട്ടെ, നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് തന്നെ ഇങ്ങനത്തെയൊക്കെ ഒന്ന് ചെറിയൊരു സൈഡ് ബിസിനസ്സായിട്ടൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള ഒരു വരുമാനം കിട്ടും എന്നുള്ളത് സത്യമാണ് കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ വലിയ മെനക്കേടും റിസ്ക്കും ഒന്നുമില്ല. നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വെക്കുന്നത് കാണുമ്പോൾ.
അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ പോലും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം സെയിം ഡ്രസ്സിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന്, അതും ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പം നല്ലതല്ലേ. ഇപ്പം നമ്മളിവിടെ ഏറെക്കുറെ ഫ്ലവർ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നല്ലോണം സെക്യൂർ ചെയ്ത് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലവറിൻ്റെ വലിപ്പം കൂടണമെങ്കിൽ എടുക്കുന്ന റിബണിൻ്റെ ലെങ്ത്ത് കൂട്ടിയാൽ മതി കേട്ടോ. ഇത്ര വലിപ്പം ആവശ്യമില്ലെങ്കിൽ 2 മീറ്ററൊന്നും എടുക്കേണ്ട, 1/2 മീറ്ററോ 1 മീറ്ററൊക്കെ ആയിട്ട് ചുരുക്കാവുന്നതും ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ട് തോന്നുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ നടുവിലൊരു ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെയിം കളർ ബീഡ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് ശരിക്കും ബീഡ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, കാരണം പ്രോപ്പറായിട്ടൊരു സെൻറ്റർ നമ്മൾ കാണൂല. ഇത് വീഡിയോയിലുള്ളതിനെക്കാട്ടും ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളറ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് എത്ര ക്വാളിറ്റി ഉണ്ടോ അതനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ ഹെയർ ബാൻഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഉപയോഗിക്കാം, മെറ്റൽ ഹെയർ ബാൻഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ ജസ്റ്റ് നമുക്ക് ഇതേ റിബൺ കൊണ്ട് കവർ ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പ്രൈസിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ഹെയർ ബാൻഡിൻ്റെ സ്റ്റാൻഡേർഡും അതിൻ്റെ ഒരു ഭംഗിയും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ ഹെയർ ബാൻഡാണ് ഉപയോഗിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, അത് പെട്ടെന്ന് കളറൊന്നും പോവാത്ത നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ പല ടൈപ്പ് ഹെയർ ബാൻഡ് ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു ഏരിയ, നിങ്ങളുടെ ഒരു ആവശ്യം അതനുസരിച്ചൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഏത് മെറ്റീരിയൽസാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു റൗണ്ടിന് പറയാം ഫെൽ ഷീറ്റിൻ്റെ പീസസ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു പോളനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് അടുത്ത ഫ്ലവറും ഞാൻ സൈഡിൽ വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ഈ ഒരു വീഡിയോൻ്റെ എഡിറ്റിങ്ങും നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഞാനൊരു 3 ദിവസമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പോരായ്മകളൊക്കെ ഉണ്ടെന്നറിയാം, എന്നാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. പിന്നെ എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയുമ്പോൾ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത് ഞാനിന്ന് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്, താഴത്തെ പോർഷനാണ്. അപ്പോൾ ഇതാണ്, അപ്പോൾ കാണുന്നതിനെക്കാട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ തലയിൽ വെച്ചാൽ. അപ്പോൾ താങ്ക് യു. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിന് എത്ര പ്രൈസ് വാങ്ങാമെന്നുള്ളത് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ.